ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ എൻ്റെ ക്രോഷ്യ പ്രോജക്റ്റ് ചെത്തിപ്പൂവാണ്. ഇക്സോറ എന്ന് പറയുന്ന സംഭവമാണ് ചെത്തിപ്പൂവ്. അത് കുറച്ച് വലിപ്പമുള്ള ചെത്തിപ്പൂവുണ്ടല്ലോ, അതാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതിൽ ഞാൻ 1-2 മുട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഒരു 9 ഫ്ലവർ ആണ് ഞാനിവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ. അതെല്ലാത്തിനെയും യോജിപ്പിച്ച് ഒരു ഗ്രീൻ കളർ യാൺ വെച്ച് ചുറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ബഞ്ചാക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുൻപ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇവിടെ ഞാൻ എംബ്രോയ്ഡറി നൂല് വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഈ ഒരു ചെറിയ പെറ്റലുകൾ കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ചെറിയ നൂല് തന്നെ ആവശ്യമായിരിക്കും. വൂളൻ യാണിനേക്കാളും കുറച്ചും കൂടിയും ചെറുതായതാണ് എംബ്രോയ്ഡറി നൂല്, അതുകൊണ്ടാണ് അത് വെച്ചിട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് എംബ്രോയ്ഡറി യാൺ വരുന്നത്. വളരെ തിന്നായിട്ടുള്ള യാണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ 1 mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എപ്പോഴും നമുക്ക് ചെറിയ വർക്കുകൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ചെറുതായിട്ട് തന്നെ കിട്ടണമെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ രീതിയിലുള്ള ഹുക്ക് തന്നെ എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ എംബ്രോയ്ഡറി നൂല് കേട്ടോ, ഇത് വളരെ ഭയങ്കര തിന്നാണ്. അതുമാത്രമല്ല ഇത് കുറച്ചിങ്ങനെ സ്ട്രോങ്, അങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കും. മറ്റേതുപോലെ ഇങ്ങനെ കുഴഞ്ഞ് കിടക്കില്ല, ഭയങ്കര സ്ട്രെയിറ്റ് ആണിത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ചെയ്തു തുടങ്ങാം. ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ടാണ് ചെയ്യേണ്ടത്. ഓക്കെ, ടൈറ്റ് ചെയ്യാം. ചെയിൻ സ്റ്റിച്ചിൽ തുടങ്ങാം. 1 2 3 ചെയിൻ സ്റ്റിച്ചാണ് ചെയ്തിട്ടുള്ളത്. ഇനി യാൺ ഓവർ ചെയ്യുന്നു. ഈ ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ നമുക്കൊരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. കണ്ടോ? ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് തന്നെ 3 ചെയിൻ സ്റ്റിച്ച് വീണ്ടും ചെയ്യുന്നു. നമുക്ക് 2 തവണ ഹുക്കിൽ യാൺ ഓവർ ചെയ്യാം. ഈ ഡബിൾ ക്രോഷ്യ ചെയ്ത് നിർത്തിയ 2 ലൂപ്പ് ഇവിടെ താഴെയുണ്ട്, കണ്ടോ? അതിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് ഒരു അൺഫിനിഷ്ഡ് ട്രിപ്പിൾ ക്രോഷ്യയാണ് നമ്മളിപ്പം ചെയ്യുന്നത്. ഈ 2 ലൂപ്പിൽ കൂടെ നമ്മൾ എടുക്കില്ല. ഇനി അടുത്തതായിട്ട് വീണ്ടും 2 തവണ യാൺ ഓവർ ചെയ്യുന്നു. ഇതേ സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ ഈ 2 ലൂപ്പില്ലേ, അതിൽ കൂടെ തന്നെ വീണ്ടും എടുക്കുന്നു. ഇനി ഈ 2 ലൂപ്പിൽ കൂടെയാണ് നമുക്ക് പുൾ ത്രൂ ചെയ്യേണ്ടത് കേട്ടോ. നമ്മൾ സാധാരണ ട്രിപ്പിൾ ക്രോഷ്യ ചെയ്യുന്നത് പോലെയല്ല. ഈ 2 ലൂപ്പിൽ കൂടെ നമ്മളിപ്പം 4 തവണയായിട്ട് പുൾ ത്രൂ ചെയ്തു. ഓക്കെ, ഇനി 2 ചെയിൻ സ്റ്റിച്ച്. ഇവിടെ 2 ലൂപ്പുകളുണ്ടല്ലോ നമുക്ക്, അതിൽ കൂടെ നമുക്കൊരു പീക്കോട്ട് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ഇനി ശ്രദ്ധിക്കാം, ഇവിടെ ഒരു 2 ലൂപ്പ് ഉണ്ട്, കണ്ടോ? അവസാനം നമ്മൾ 2 ലൂപ്പിൽ കൂടെ പുൾ ത്രൂ ചെയ്തില്ലേ, അതിൽ കൂടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ ചെയ്യാം. അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് 2 ലൂപ്പ് കൂടെ കാണാം. അതിൻ്റെ മുൻപിലായിട്ട് നമ്മൾ പുൾ ത്രൂ ചെയ്തത്. അപ്പോൾ നമ്മൾ ഓൾറെഡി 4 തവണ പുൾ ത്രൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് 4 സെറ്റായിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അതിൽ കൂടെയൊക്കെ നമുക്ക് 4 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാൻ പറ്റും. 4 3 സിംഗിൾ ക്രോഷ്യേഴ്സ് വീതം നമുക്ക് അതിനകത്ത് ചെയ്യാം കേട്ടോ. 3 സ്പേസ് അവിടെ ഉണ്ടാവും. കണ്ടോ? ഇനി നമുക്ക് ലാസ്റ്റ് നമ്മൾ എവിടെ നിന്നാണോ സ്റ്റാർട്ട് ചെയ്ത 2 ലൂപ്പില്ലേ, അതിൽ കൂടെ തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് സ്ലിപ്പ് സ്ലിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഒരു പെറ്റൽ മുഴുവനായിട്ടുണ്ട്. ഇങ്ങനെയാണ് ഒരു പെറ്റൽ ഉണ്ടാവുന്നത്. ഇങ്ങനെ ഷാർപ്പ് എൻഡായിട്ട് ഒരു പെറ്റൽ വരും. ഇതുപോലെ നമുക്ക് 4 എണ്ണമാണ് വേണ്ടത്. അതായത് ചെത്തിപ്പൂവിന് 4 പെറ്റൽസാണ് ഉള്ളത് കേട്ടോ. പിന്നെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് 1 ഹുക്കിന് യാൺ ഓവർ ചെയ്യുന്നു. ഈ ആദ്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെയാണ് നമ്മൾ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യുന്നത്.
വീണ്ടും അതിൽ കൂടെ തന്നെ ഒരു ഡബിൾ ക്രോഷ്യ കൂടെ ചെയ്യുകയാണ് കേട്ടോ. കണ്ടോ? ഇനി ഇവിടെ ചെയ്ത സെയിം പ്രോസസ്സ് തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്. 1 2 3 ചെയിൻ സ്റ്റിച്ച് 2 തവണ ചുറ്റുന്നു. ഈ 2 ലൂപ്പിൽ കൂടെയാണ് നമുക്കിനി വർക്കും ചെയ്യുന്നത് കേട്ടോ. അതിൽ കൂടി ഒരു അൺഫിനിഷ്ഡ് ട്രിപ്പിൾ ക്രോഷ്യയാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അതായത് ട്രിപ്പിൾ ക്രോഷ്യയ്ക്ക് നമുക്ക് 3 തവണ പുള്ള് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 തവണയാണ് നമ്മൾ ചെയ്യുന്നത്. വീണ്ടും 2 തവണ നമുക്ക് ചുറ്റിയെടുക്കാം. സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ 2 ലൂപ്പിൽ കൂടെയാണ് നമുക്ക് ചെയ്യാനുള്ളത്. 1 2 3 4 കേട്ടോ. ഇനി നമുക്ക് 2 ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നു. ഈ 4ാമത് വന്നിട്ടുള്ള ഈ 2 ലൂപ്പിൽ കൂടെയാണ് നമുക്ക് പീക്കോട്ട് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കേട്ടോ. അതിനുശേഷം നമുക്ക് 3 സെറ്റ് ലൂപ്പുകൾ കൂടെ അവിടെ ഉണ്ടാവും. ഇതാ ഇതിൽ കൂടെ നമുക്ക് സിംഗിൾ ക്രോഷ്യ, അടുത്തതിൽ കൂടെ വീണ്ടും ഒരു സിംഗിൾ ക്രോഷ്യ. കുറച്ച് ടഫുണ്ട്. വീണ്ടും ഒരു 2 സെറ്റ് കൂടെ അവിടെ ഉണ്ടാവും. ഓക്കെ, 2 അല്ല 1 സെറ്റ് ഉണ്ട്. 2 ലൂപ്പുകൾ അവിടെയുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ 2 ലൂപ്പിൽ കൂടെ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ? ഇനി ഇതുപോലെ തന്നെ നമുക്ക് 2 എണ്ണം കൂടി ചെയ്തെടുക്കാം കേട്ടോ. യാൺ ഓവർ ചെയ്യുന്നു. ഈ സെൻട്രൽ കൂടെ തന്നെ നമുക്ക് ഒരു ഡബിൾ ക്രോഷ്യ ചെയ്യാം. 4 പെറ്റൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളൊന്ന് നോക്കിയാൽ ഇത് 4 എണ്ണം കൂടിയിട്ട് ഒരു സൈഡിലാണ് നിൽക്കുന്നത് അല്ലേ. ഇനി ഇതിനെ നമുക്ക് ഒരു ആ ഷേപ്പിലേക്കൊക്കെ എടുക്കണം. ഒരു ഇൻഡു ഷേപ്പിൽ 4 സൈഡിലേക്കായിട്ടല്ലേ ഇത് പൂ നിൽക്കണത് ശരിക്കും. അപ്പോൾ നമുക്ക് അതുപോലെ ആക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ നിർത്തിയെങ്കിൽ ഇതിൻ്റെ ആദ്യത്തെ പെറ്റലിൻ്റെ ലാസ്റ്റ് വരുന്ന സ്റ്റിച്ച് കണ്ടോ. ആദ്യത്തെ പെറ്റലിൻ്റെ ലാസ്റ്റിൽ വരുന്ന സ്റ്റിച്ചിൽ കൂടെ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്ത് നമുക്കൊരു സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കാം. ഇപ്പം അതിങ്ങോട്ട് മടങ്ങി. ഇനി നമുക്ക് കുറച്ചുകൂടെ പണിയുണ്ട്. ഈ ആദ്യത്തെ പെറ്റലിൻ്റെ സെൻറ്ററിൽ ഹുക്കിനെ ഇൻസേർട്ട് ചെയ്യാം. ഉള്ളിലേക്ക് കടത്തിയിട്ടോ. ഇനി തൊട്ടടുത്ത പെറ്റലിൻ്റെ സെൻറ്ററിൽ കൂടെ പുറത്തേക്ക് കടത്താനായിട്ടുള്ളൊരു വഴിയുണ്ട്. ഇതാ ഒരു ഗ്യാപ്പ് കൂടെ ഉണ്ട്. എന്നിട്ട് മടക്കി പിടിക്കുന്നു. യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് പുറത്തോട്ടെടുക്കുന്നു. ഇപ്പോൾ 2 ലൂപ്പുണ്ട്. ഇങ്ങനെ 2നും കൂടെ നമുക്കൊരു സിംഗിൾ ക്രോഷ്യ അങ്ങ് ചെയ്യാം. ഇപ്പോൾ ഈ 2 പെറ്റലുകൾ അടുത്തടുത്ത് വന്നു. ഇനി നമുക്ക് ഇവിടെ 2 ആൾക്കാർ കൂടെ ഉണ്ട് അല്ലേ. ഇനി അതിനെ കൂടെ ഇതുപോലെ തന്നെ നമുക്ക് ചെയ്തേക്കാം. അപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇതിൻ്റെ സെൻറ്ററിൽ പോയിൻ്റ് ഉണ്ട്. അതായത് നമുക്ക് 2 ലൂപ്പ് എടുത്തതിന് ശേഷം, അതായത് ഒരു ഡബിൾ ക്രോഷ്യ കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ 3 ചെയിൻ സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യണോടത്ത് നമുക്ക് ഒരു ലൂപ്പ് അവിടെ കിട്ടും കേട്ടോ. ഓരോ പെറ്റലും ഇതിലെടുക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 2 ലൂപ്പുണ്ട്. 2ഉം കൂടി കൂട്ടി പിരിഞ്ഞിരിക്കുകയാണ് കേട്ടോ. വീണ്ടും സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് ഒരു ഉറപ്പിന് വേണ്ടി ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് നമുക്ക് യാണിനെ കട്ട് ചെയ്യാം. ഇനി നമുക്ക് ഈ സ്റ്റാർട്ടിങ്ങിലുള്ള ടെയിലും ഇപ്പോൾ ലാസ്റ്റിൽ വന്ന ടെയിലും കൂടെ നമുക്കൊന്ന് കൂട്ടി ഒരു നോട്ടിട്ട് സെക്യൂർഡാക്കി വെക്കാം കേട്ടോ. അതിന് ശേഷം ലാസ്റ്റ് നമുക്കതിനെ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, ഇനി നമുക്ക് നിവർത്താം. കണ്ടില്ലേ? ഇപ്പോൾ നമ്മുടെ പെറ്റൽസുകൾ ഇപ്പോൾ 4 എണ്ണം 4 വശത്തേക്കായിട്ടാണ് നിൽക്കുന്നത്.
നമുക്ക് ഇതിന് ഇനി ലിൻഡൊന്നും ഇല്ലാത്ത നൂലാണ്, അതായത് എംബ്രോയ്ഡറി നൂലായതുകൊണ്ട് തന്നെ ഇതിനകത്ത് ലിൻഡുകളും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് സുഖമായിട്ട് ചെയ്യാം, അതായത് ഇനി ചൂടാക്കേണ്ടി ഒന്നും ഒരു ആവശ്യം വരുന്നില്ല കേട്ടോ. ഇനി തന്നെ നമുക്കൊന്ന് ഹെയർ സ്ട്രൈറ്റ്നർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിവർത്തി എടുക്കുക. അപ്പോൾ കുറച്ചുകൂടെ പെറ്റലൊക്കെ നന്നായിട്ട് വിടർന്ന് ഇരിക്കും. അപ്പം ഞാൻ ഇതുപോലെ 10 എണ്ണമാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ബാക്കിൽ വരുന്ന സംഭവം ഉണ്ടല്ലോ, ഒരു സ്റ്റിക്ക് പോലെയാണല്ലോ ഇതിൻ്റെ തണ്ട് ഉണ്ടാവുക. ആ തണ്ടിനെ നമുക്ക് നൂലിൽ ചുറ്റിയെടുക്കാം. ഇവിടെ കണ്ടോ ഫ്ലവറിൻ്റെ തണ്ട് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു സ്റ്റിക്കിൽ ചുറ്റിയിട്ട് അത് ഇവിടെ ഒട്ടിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ അകത്തു കൂടെ വയറ് കടത്തുന്ന അത്ര എളുപ്പമുള്ള പരിപാടിയല്ല. അപ്പം ഞാൻ ഇതുപോലെ ഭയങ്കര തിന്നായിട്ടുള്ള ഒരു സ്റ്റിക്കാണ് എടുക്കുന്നത്. എന്നിട്ട് നമുക്കതിൽ നൂല് ചുറ്റി കൊടുക്കാം കേട്ടോ. നമുക്ക് അറിയാം ഇതിൻ്റെ തണ്ട്, പൂവിൻ്റെ തണ്ട് ഭയങ്കര തിന്നായിട്ടുള്ള ഒരു തണ്ട് തന്നെയാണല്ലോ. അപ്പം ഞാൻ അതിൽ ആദ്യം പശ ഒന്ന് ആക്കുകയാണ്. അത്ര അറ്റത്തുനിന്ന് ഒരു ചെറിയ തുമ്പ് നമുക്കവിടെ വെച്ച് കൊടുക്കാം, ഈ പെറ്റലിൻ്റെ നടുവിലേക്ക്, ഫ്ലവറിൻ്റെ നടുവിലേക്ക് കടത്താൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റി കൊടുക്കാം. കമ്പിയിലത്തെ ഗ്യാപ്പൊന്നും കാണാത്ത രീതിയിൽ ചുറ്റി കൊടുക്കാം കേട്ടോ. കുറച്ച് ഭാഗം അങ്ങനെ ഇരിക്കട്ടെ. ഇപ്പോൾ ഏറ്റവും അറ്റത്തേക്കൊക്കെ വരുമ്പോൾ കുറച്ചൊക്കെ ഇതായതും കുഴപ്പമില്ല, നമുക്കിതെല്ലാതും കൂടി ഒന്നിച്ച് ചുറ്റി വെക്കാനുള്ളതാണല്ലോ. കാരണം ഇതൊരു ബഞ്ചായിട്ടല്ലേ എപ്പോഴും ഫ്ലവർ ഉണ്ടാവുക. ഇനി അറ്റത്ത് സ്റ്റിക്ക് ഗ്ലൂ ആക്കിയിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ നൂലിനെ കട്ട് ചെയ്യാം. കമ്പി വളഞ്ഞു പോയ ഒന്ന് നിവർത്താം. പിന്നീട് നമ്മുടെ ഫ്ലവർ എടുക്കുക. ഫ്ലവറിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മളിവിടെ ഒരു നോട്ടൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ, അവിടെ നമുക്കൊരു ചെറിയൊരു പോർഷൻ കാണാം. ഇത് വെക്കാനായിട്ടുള്ളൊരു ചെറിയൊരു ഭാഗം ഇവിടെ ഉണ്ട്. അതിനകത്ത് സ്റ്റിക്കൊക്കെ വെച്ച് ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പോലെ തന്നെ കറക്റ്റായിട്ട് ഇരിക്കും. ഇതിൽ എനിക്ക് പറ്റിയത് അതിൻ്റെ വൈറ്റ് കാസ്റ്റ് നന്നായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എൻ്റെ പശയുടെ ഒരു പ്രശ്നമാണ്. ഇനി നമുക്ക് 2 മുട്ടുകൾ കൂടി ഞാനിവിടെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഒരെണ്ണം കൂടെ നമുക്ക് ചെയ്യാം. ഞാനിവിടെ ചെറിയ അതന്നെ സെയിം ഞാൻ തന്നെ എടുത്തിട്ടുണ്ട്. ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ ചുറ്റാണ്. തുമ്പിനെ ചുറ്റിയ ഭാഗത്തിനെ ഒന്ന് മടക്കി വയ്ക്കുന്നു. എൻ്റെ ഇത്തിരി ഷാർപ്പായിട്ടുള്ള പോലെ തന്നെ മടക്കി വയ്ക്കുക കേട്ടോ. എന്നിട്ട് ഇതിൽ കൂടെ തന്നെ നമുക്ക് 2-3 തവണ കൂടി ഇങ്ങനെ ടൈറ്റായിട്ട് ചുറ്റാം. മുകളിലേക്ക് അധികം വേണ്ട, ഇത്തിരി ഷാർപ്പായിട്ട് നിൽക്കണം. ഒരു സെൻറ്ററിലേക്ക് വരുമ്പോൾ ഇത്തിരി ഉണ്ട പോലെ ആയിരിക്കും. പിന്നെ താഴോട്ടേക്ക് ഇച്ചിരി ലൈറ്റായിട്ട് ചുറ്റിയാൽ മതി. ഇതിപ്പോൾ എന്തുവാന്ന് വെച്ചാൽ എൻ്റെ പശ എന്നെ ശരിക്കും ചതിച്ചു. കാരണം എൻ്റെ കയ്യിൽ നിറയും പശയായി ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ്.
ഇതുപോലെ നന്നായിട്ട് ചുറ്റി കൊടുക്കണം കേട്ടോ. ലാസ്റ്റ് എൻഡിലെത്തുമ്പോൾ നേരത്തെ ചിക്കൻ ചെയ്ത പോലെ തന്നെ നമുക്ക് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് ഒട്ടിക്കാം. ഓക്കെ, ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നേരെ നിവർന്ന് നിൽക്കുന്ന ബഡായിട്ട് തന്നെ നമുക്കതിനെ കിട്ടും കേട്ടോ. ഇനി നമുക്കിതെല്ലാം കൂടി അസംബിൾ ചെയ്യാം. പല ഇതിനും പല വലിപ്പത്തിലാണ് ഇപ്പം ഞാൻ കട്ട് ചെയ്ത് വെച്ചേക്കുന്നത്. അത് കാരണം നമുക്കിതിനെങ്ങനെ വിടർന്ന് ഇരിക്കണ്ടേ, അതായത് അവിടെ ഇവിടെയൊന്നും കട്ട പിടിച്ച പോലെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കൂടുതൽ അങ്ങനെ തന്നെ ചെയ്തത്, എല്ലാ ഭാഗത്തേക്കും നിൽക്കുന്ന പോലെ കാണാനായിട്ട്. ഒരു ബഞ്ചായിട്ടാണല്ലോ ഉണ്ടാവുക. ഇതിലിപ്പോൾ ഈ വൈറ്റ് കളർ കാണുന്നത് നിങ്ങളൊന്ന് ക്ഷമിക്കൂ, കാരണം അതിപ്പോൾ എൻ്റെ പശ എന്നെ പറ്റിച്ച പണിയാണ്. ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് ഈ ബഡും കൂടെ വെച്ച് കൊടുത്തിട്ട് ഗ്രീൻ കളർ യാൺ വെച്ച് ചുറ്റാം. പൂനെ ഞാൻ എല്ലാത്തിനെയും ഒന്ന് ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്ക് ചെയ്യല്ല, എല്ലാത്തിനെയും ഞാനൊന്ന് ഒന്നിച്ച് ഗ്രീൻ കളർ യാൺ വെച്ച് ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതുപോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. ഞാൻ ഇതിനകത്ത് 2-3 മുട്ടുകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന വൈറ്റ് കളറിന് ഞാനിങ്ങനെ കളഞ്ഞു, ബിക്കോസ് അതിൻ്റെ പശയുടെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഞാൻ അതിനകത്തെല്ലാതും കുറച്ച് റെഡ് കളറിലുള്ള സ്കെച്ച് വെച്ചിട്ട് കളർ ചെയ്തു. അപ്പോൾ കുറച്ചൊക്കെ ഒരു വൈറ്റ് കളർ മാറി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യണേ.